ഖബറിന് പോയിട്ട് ജീവനുള്ള നമ്മൾ ഖുർആൻ ഓതിയാ കൂലി കിട്ടൂല. നമ്മളെപ്പോലെ എല്ലാ സെൻസും ഇല്ലാത്തതാണ്. സസ്യത്തിന് സെൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു അങ്ങനെ വളഞ്ഞൊക്കെ പോണത്. അത് വളരണതൊക്കെ അതിന് സെൻസ് ഉണ്ട്. നമ്മളിൽ അത്രയും സെൻസ് ഇല്ല. അപ്പോൾ ഇത്രയും സെൻസ് ഇല്ലാത്ത ഈ സസ്യജാലങ്ങൾ അവിടെ നിന്ന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. എല്ലാ ഈ തെങ്ങ് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ആ തസ്ബീഹ് കൊണ്ട് കബറാളിക്ക് ഗുണം കിട്ടും. എങ്കിൽ പിന്നെ ജീവനുള്ള വിശ്വാസിയായ മനുഷ്യൻ ഖുർആൻ ഓതിയാൽ ഫലം കിട്ടാതിരിക്കുമോ? അവ ഖുർആൻ പല നിലക്ക് നമുക്ക് ശഫീആകും. മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ഒരു പറ്റം ആളുകൾ യാത്ര ചെയ്യുകയാണ്. വഴിയിൽ ചെന്നപ്പോൾ ഒരു ടെന്റ് അടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് പന്തലിന്റെ കാല് നാട്ടുമ്പോ ഒരു ഖബറങ്ങ് പൊളിഞ്ഞുപോയി. ആ ഖബറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, തബാറക ഓതുകയാണ്. ഉടനെ സ്വഹാബികൾ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്താന്ന് ഞങ്ങൾക്ക് അറിയണില്ല. ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ. അതേ, ഖബറിൽ രക്ഷ നൽകുകയും ശിക്ഷയെ തൊട്ട് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന സൂറത്താണത്. അതുകൊണ്ട് ആ ഖുർആൻ കൊണ്ട് നമുക്ക് പുണ്യമുണ്ട്, കാര്യമുണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അടുത്തൊക്കെ കുട്ടികൾ ബക്കറ്റുമായിട്ട് വരും, നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം. സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ. നമ്മുടെ ഈ സ്ഥാപനം നിത്യം എത്രയോ ചെലവുണ്ട്. ഉസ്താദുമാരുടെ ശമ്പളം, കുട്ടികളുടെ ഭക്ഷണം. അൽഹംദുലില്ലാ, അതിലേക്കൊക്കെ നിരന്തരമായി സഹായിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയൊരു നിർമ്മാണ പ്രവർത്തനമാണല്ലോ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ. അത് രക്ഷപ്പെടുത്തുന്നതാണ്, ശിക്ഷയിൽ നിന്ന് തടസ്സം നിൽക്കുന്നതാണ്. അബ്ദുൽ ഗനി അന്നാബുൽസി റളിയല്ലാഹു അൻഹു അഹ്വാലുൽ ഖുബൂർ എന്ന കിതാബിൽ എഴുതിയത് കാണാം. ഒരിക്കൽ ഒരു ഖബർ ഒഴിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഖബറിന്റെ കല്ലങ്ങ് വീണുപോയി. അപ്പൊ നോക്കിയപ്പോൾ സ്വർണത്താലുള്ള മുസ്ഹഫിൽ ഒരാൾ ഖബറിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നു. അദ്ദേഹം ചോദിച്ചു ഇയാളോട്, ആ ഖിയാമത്തിൽ ഖിയാമത്താളായോ? ഇല്ല, എന്നാ കല്ലങ്ങ് വെച്ചേക്ക് മോനെ. അപ്പോൾ ഖബറിന്റെ ഉള്ളിൽ ആനന്ദത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, അതിൽ ഖുർആൻ ഓതുന്നവരുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യണം. ബിതദബ്ബുരിൽ മഅനാ വഫിൽ ബത്നിൽ ഖലാ. പരമാവധി രാവിലെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ പവിത്ര കലാമ് കൊണ്ടായിരിക്കണം നമ്മുടെ പ്രഭാതം അലങ്കരിക്കേണ്ടത്. ഇനി ഒരു മനോഹരമായ സംഭവം പറഞ്ഞ് നമുക്ക് ദിക്റ് ചൊല്ലി ദുആ ചെയ്യാം. കാരണം ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വിചാരം എന്താണെന്നറിയുമോ? ഈ ലോകം അനാഥമല്ല എന്നതാണ്. ഇവിടെയുള്ള ലിബറലിസ്റ്റുകൾ, നവീനവാദികൾ, അവരുടെ അഭിപ്രായത്തിൽ ഈ ലോകം അനാഥമാണ്, ഇതിനാരുമില്ല. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. അവന്റെ കയ്യിലാണ് അധികാരം മുഴുവനും. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ മുഴുവനും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ വാനഭൂവനങ്ങളെ പടച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവുണ്ട്, രക്ഷിതാവുണ്ട്. നമ്മൾ ആദ്യമായി തന്നെ പാരായണം ചെയ്യുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സർവസ്തുതികളും സർവലോകത്തെയും പരിപാലിക്കുന്ന അല്ലാഹുവിനാണ്. ആരാണ് ആകാശത്തെ, ഭൂമിയെ, അണ്ടകടാകത്തെ പരിസരങ്ങളെ, കാലാവസ്ഥകളെ, ആരാണ് വാനലോകത്ത് നിന്ന് മഴ പെയ്യിക്കുന്നവൻ? ആരാണ് ഇന്നത്തെ ഈ കാലാവസ്ഥ ഇങ്ങനെ ആകണമെന്ന് തീരുമാനിച്ചവൻ? ആരാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന വിളകൾ, ഇന്ന വിഭവങ്ങൾ, ഇന്ന സംസ്ഥാനത്ത് ഇന്ന വിളകൾ, ഇന്ന വിഭവങ്ങൾ, ഇത് തീരുമാനിച്ചവൻ ആരാണ്? ഒരു പാർലമെന്റുമല്ല, ഒരു ഐക്യരാഷ്ട്രസഭയുമല്ല, ഒരു ഭരണാധികാരികളുടെ ഭരണകേന്ദ്രങ്ങളുമല്ല. ആരാണ് തീരുമാനിച്ചവൻ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പൊ ഇതിനൊരു ഓണറുണ്ട്, ഈ ലോകത്തിനൊരു ഉടമസ്ഥനുണ്ട് എന്ന് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ ലോകം സനാഥമാണ്, അനാഥമല്ല. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രമേയം. രണ്ടാമതായി ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലയോ മോനെ, നീ അല്ലാഹുവിൻ്റെ ദാസനാണ്. ലിബറലിസ്റ്റുകൾ പറയുന്നത് എന്താ? നമ്മൾ ആരുടെയും അടിമകളല്ല, നമ്മൾ സ്വതന്ത്രരാണെന്ന്. കേൾക്കുമ്പോൾ ആ വർത്തമാനത്തിന് വലിയ സൗന്ദര്യമുണ്ട്. പക്ഷേ അവരാരാണ്? അവർ അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. ലോകത്തെ ഏറ്റവും നിസ്സാരമായ അടിമത്വത്തെ വകവെച്ചു കൊടുക്കുന്നവരാണ് ലിബറലിസ്റ്റുകൾ. ലോകത്തെ ഏറ്റവും നിസ്സാരമായ അടിമത്വം അവന്റെ വികാരങ്ങൾക്ക് അടിമപ്പെടുക എന്നതാണ്. ഇവിടെയുള്ള ലിബറലിസ്റ്റുകൾ ഇപ്പൊ യുക്തിവാദികളൊന്നുമല്ല. ആശയപരമായി ഈശ്വരനുണ്ടോ ഇല്ലേ എന്ന് പഠിച്ച് ഗവേഷണം നടത്തിയ നിരീശ്വരവാദികളല്ല. അവരാരാണ്? അവര് കേവലം വികാരജീവികളാണ്. അവരുടെ ദേഹീയ വികാരങ്ങൾ മുഴുവനും ആരും തടസ്സം നിൽക്കാതെ നടത്തണം എന്ന് ചിന്തിക്കുന്ന വികാരജീവികളുടെ പേരാണ് വർത്തമാനകാല ലിബറലിസ്റ്റുകൾ. അല്ലാതെ ലിബറലിസ്റ്റുകൾക്ക് വേറെ ഒന്നുമില്ല. ഇഷ്ടമുള്ളത് കാണണം, ഇഷ്ടമുള്ളത് എടുക്കണം, ഇഷ്ടമുള്ളത് ചിന്തിക്കണം, ഇഷ്ടമുള്ളതൊക്കെ കുടിക്കണം, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം. ആരും എനിക്കൊന്നിനും തടസ്സമാകരുത് എന്ന അപകടകരമായ വൈകാരിക വിധേയത്വമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഖുർആൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളാണ്, അല്ലാഹുവിൻ്റെ ദാസന്മാരാണ്. അല്ലാഹുവിൻ്റെ ദാസന്മാരാണ് നിങ്ങൾ. വമിമ്മാ സാദനീ ശറഫൻ വതീഹാ. എനിക്കുള്ള ഏറ്റവും വലിയ മഹത്വം എന്താണ്? ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ്? യാ ഇബാദീന്ന് പടച്ച റബ്ബ് പ്രപഞ്ചാധിപൻ വിളിക്കുമ്പോൾ ഞാൻ അതിൽ ഉൾക്കൊള്ളുമല്ലോ എന്നതാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമാനം. ഞാൻ നിസ്സാരമായ എൻ്റെ വികാരത്തിൻ്റെ അടിമയല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകന്റെ അടിമയാണ്. അബ്ദുൽ ഹവായം താസു മിൻ അബ്ദി റബ്ബി ലദാ ശഹവത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. അല്ലാഹുവിൻ്റെ ദാസനാണോ, ദേഹീയ വികാരങ്ങളുടെ അടിമയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴാണ്? ലദാ ശഹവത്തിൻ, വികാരത്തിൻ്റെ സമയത്താണ്. വൈകാരിക തള്ളിച്ചയുണ്ടാകുമ്പോൾ, എനിക്കവളെ പ്രാപിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, അരുതെന്നാണല്ലോ എൻ്റെ പടച്ചവൻ പറഞ്ഞത്. എനിക്കവനെ പ്രണയിച്ചു കൊണ്ട് നടക്കണമെന്ന് തോന്നുമ്പോൾ, മർഹബ, അൽഹംദുലില്ലാഹ്. നമ്മുടെ പരിസരത്തെ മഹല്ല് ജമാഅത്തുകളിലെ ഉസ്താദുമാര് നമ്മുടെ വളരെ വിനീതമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹീതമായി ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്.
അവർക്കും നമുക്കുമൊക്കെ ഇഖ്ലാസോടുകൂടി ഇൽമിനും ദീനിനും ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്ക് ചിലപ്പോൾ ഈ പരിപാടിയുടെ അവസാനം വരെ ഇരിക്കാൻ സൗകര്യപ്പെട്ടോളണമെന്നില്ല. അതുകൊണ്ട് ഒരു അല്പസമയം കൂടി പറഞ്ഞ് അവർക്കുള്ളൊരു അവസരം നൽകി പിന്നീട് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ നമ്മൾ അല്ലാഹുവിൻ്റെ ദാസനാണോ വികാരങ്ങളുടെ അടിമയാണോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ലദാ ശഹവത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. നമ്മുടെ മക്കൾ ഖുർആനിനെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു വെളിച്ചമുണ്ട്, അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു തിരിച്ചറിവുണ്ട്, അവരുടെ ജീവിതത്തെ നിർണയിക്കുന്ന ഹിദായത്തിൻ്റെ ഒരു മഹനീയമായ ധാരയുണ്ട്. അതാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. അപ്പോൾ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഈ പ്രപഞ്ചം സനാഥമാണ്, അനാഥമല്ല. രണ്ടാമതായി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം, ഞാൻ പ്രപഞ്ചാധിപന്റെ അടിമയാണ്. ഖുൽ യാ ഇബാദീ, അല്ലയോ എൻ്റെ ദാസന്മാരെ എന്ന് ഉലകത്തിൻ്റെ ഉടയവൻ വിളിക്കുമ്പോൾ ആ വിളിയിൽ ഞാനുണ്ടല്ലോ എന്നതാണ്. സുറയ്യ നക്ഷത്രത്തിലേക്ക് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തൊടാൻ മാത്രമുള്ള അഭിമാനകരമായ നേട്ടമെന്ന് ഖാദി ഇയാദ് തങ്ങൾ പറയുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്, എനിക്കൊരു പടച്ചവനുണ്ട്. വാപ്പയില്ല, ഉമ്മയില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വിടുമ്പോൾ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കും. കാരണം എന്താ? അവനെ കാത്തിരിക്കാൻ ആരുമില്ല, അവന് ശിക്ഷണം നൽകാൻ ആരുമില്ല. അതേ സമയത്ത് വാപ്പയും ഉമ്മയും കാത്തിരിക്കുന്ന വീട്ടിലെ ഒരു കുട്ടി സ്കൂൾ വിട്ടാൽ ഓടി വരും. സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഉമ്മയുണ്ട്, വിളമ്പി വെച്ച ഭക്ഷണമുണ്ട്, വാത്സല്യം തരുന്ന സഹോദരങ്ങളുണ്ട്, പരിരക്ഷ തരുന്ന പിതാവുണ്ട്. അങ്ങനെ സനാതനായ ഒരു കുട്ടി സ്കൂൾ വിട്ടാൽ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കൂല, അവന് വീട്ടിലെത്താനുള്ള വ്യഗ്രതയായിരിക്കും. അതേസമയത്ത് ആരും നോക്കാനുമില്ല, കേൾക്കാനുമില്ല, പറയാനുമില്ല എന്നുള്ളനോ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ നടന്നലഞ്ഞലഞ്ഞിങ്ങനെ പോരും. ലിബറലിസ്റ്റുകളുടെ ലോകം അങ്ങനെയാണ്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, ഒന്നുമില്ല. അങ്ങനെ അപകടകരമായ സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ ഈ ലോകത്തെ സോഷ്യൽ മീഡിയയിലൂടെ പല സന്ദേശങ്ങളും അപകടകരമായി പുതിയ തലമുറയുടെ മുമ്പിലേക്ക് തരുമ്പോൾ ഖുർആൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ പ്രപഞ്ചാധിപന്റെ അടിമകളാണ്, നിങ്ങൾ എൻ്റെ പ്രതിനിധികളാണ്. നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. ഖലീഫത്തുല്ലാഹി അലൽ അർദ്, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. ആ വലിയ പദവിയാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. ആ മഹത്വം അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക.